പൃഥ്വിരാജിന്റെ സന്തോഷ് ട്രോഫി സിനിമയുടെ പൂജ കഴിഞ്ഞിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജും വിപിൻ ദാസും ഒന്നിക്കുന്ന സന്തോഷ് ട്രോഫി എന്ന സിനിമയ്ക്ക് ഏകദേശം 120 ദിവസത്തെ ഷൂട്ടിംഗാണ് പ്ലാൻ ചെയ്യുന്നത്. മാർക്കോ സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസായ ക്യൂബ്സ് എന്റർടൈൻമെന്റ് അടുത്തതായിട്ട് നിർമ്മിക്കാനിരിക്കുന്ന സിനിമയാണ് കാട്ടാളൻ. സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. ആന്റണി വെപ്പയാണ് സിനിമയിൽ നായകനാവുന്നത്. കാന്താര ചാപ്റ്റർ 1 സിനിമ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിനിമയുടെ കേരള അഡ്വാൻസ് സെയിൽസ് ഇതുവരെ 2,25,00,000 എത്തിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡുമാണ് സിനിമയ്ക്ക് ഏറ്റവും അധികം ബുക്കിംഗ് കേരളത്തിൽ വരുന്നത്. ഒരുപക്ഷെ ആദ്യ ദിനം സിനിമയ്ക്ക് കേരളത്തിൽ പോസിറ്റീവ് റെസ്പോൺസ് വരികയാണെങ്കിൽ 5 കോടി 6 കോടി റേഞ്ചിലായിരിക്കും കാന്താര ചാപ്റ്റർ 1 സിനിമയുടെ കേരള FT കളക്ഷൻ വരിക. ഫാലിമി സിനിമയുടെ ഡയറക്ടറായ നിതീഷ് സഹദേവ് സംവിധാനം ചെയ്യുന്ന തമിഴ് ചിത്രമാണ് തലൈവർ തമ്പി തലമേൽ. ഈ ഒരു സിനിമയിൽ നായകനായിട്ട് വരുന്നത് ജീവയാണ്. വിഷ്ണു വിജയാണ് സിനിമയുടെ മ്യൂസിക്. ജീവയുടെ 45ാമത്തെ ചിത്രമാണിത്. ലോക സിനിമയുടെ കേരള കളക്ഷൻ ഇതുവരെ 115 കോടി 75 ലക്ഷമായിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 290 കോടിക്ക് അടുത്തായിട്ടുണ്ട്. വിലായത്ത് ബുദ്ധ സിനിമയുടെ ഓഫ്ലൈൻ പ്രൊമോഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സിനിമയുടെ പുതിയ പോസ്റ്ററൊക്കെ ഇപ്പോൾ തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ ചിത്രമായ DS ഹീറോ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. DS ഹീറോ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് രാഹുൽ സദാശിവന്റെ അടുത്തൊരു ഗംഭീര ഹൊറർ പടമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഹാലോവിൻ്റെയൊക്കെയാണ് സിനിമയുടെ റിലീസ്.